ഉറങ്ങിയെന്ന് തോന്നുന്നു. വേഗം ജോലി തീർത്തിട്ട് വരാം. ഈ അമ്മയുടെ ഒരു കാര്യം, എപ്പോഴും ഉറങ്ങുക. എങ്ങനെ എപ്പോഴും കിടന്ന് ഉറങ്ങുക? ഈ വാതിലില്ലായിരുന്നെങ്കിൽ പുറത്തു പോയി കളിക്കായിരുന്നു. ഈ ലോക്കി കയ്യെത്തുന്നില്ലല്ലോ. വിക്കി, ആരോ എന്നെ വിളിച്ചല്ലോ. എടാ വിക്കി, ഇത് ഞാനാണോ? മീൻ? മീനോ? നീ സംസാരിക്കോ? പിന്നെ, പക്ഷെ കൊച്ചുകുട്ടികളോട് മാത്രമേ ഞാൻ സംസാരിക്കൂ. പിന്നെന്താ ഇത്രയും നാൾ സംസാരിക്കാഞ്ഞേ? അതിന് നീ എന്റെ അടുത്തേക്കൊന്നും വരാറില്ലല്ലോ. ആട്ടെ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? പുറത്തേക്ക്. ഇവിടെ ഒരു രസമില്ല. അയ്യോ, നീ ചെറിയ കുഞ്ഞല്ലേ, പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഞാൻ പോകും. നിനക്കൊരു കഥ പറഞ്ഞു തരാന്ന് വിചാരിച്ചിരുന്നു. നീ പുറത്തേക്ക് പോവല്ലേ? ഇനി ഏതായാലും വേണ്ട. നിനക്ക് കഥ അറിയാമോ? പിന്നെ, നിനക്ക് കടലിന്റെ കഥ കേൾക്കണോ? വേണം. എങ്കിൽ നീ ഒരു പാട്ട് പാടണം. അതിനെന്താ? അടിപൊളി പാട്ട്. നീ എനിക്ക് പാട്ട് പാടി തന്നതുകൊണ്ട് ആദ്യം ഒരു പാട്ടും പിന്നെ ഒരു കഥയും പറഞ്ഞു തരാം. എന്താ? ശരി. തിരതുള്ളും കടലില് നുരചിന്നും കടലില് കളി പറഞ്ഞ് കഥ പറഞ്ഞ് സുഖമറിഞ്ഞ നാളുകൾ. തിരതുള്ളും കടലില് നുരചിന്നും കടലില് കളി പറഞ്ഞ് കഥ പറഞ്ഞ് സുഖമറിഞ്ഞ നാളുകൾ. ഗീതമൊഴുകിടും തിരതുള്ളും കടലില് നുരചിന്നും കടലില് കളി പറഞ്ഞ് കഥ പറഞ്ഞ് സുഖമറിഞ്ഞ നാളുകൾ. തിരതുള്ളും കടലില് നുരചിന്നും കടലില് കളി പറഞ്ഞ് കഥ പറഞ്ഞ് സുഖമറിഞ്ഞ നാളുകൾ. തിരതുള്ളും കടലില് നുരചിന്നും